ഇന്ന് നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ 40-ാം ഭാഗമാണ്. രചനയും അവതരണവും ഇമ്മാനുവൽ. ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിക്കണേ. അടുത്തെത്തിയപ്പോഴാണ് അവൾക്ക് ആളെ മനസ്സിലായത്. അത് ജിൻസായിരുന്നു. അപ്പോഴേക്കും റിൻസിക്ക് തെല്ല് സമാധാനമായി. വളരെ അധികമൊന്നും പരിചയമില്ലെങ്കിലും ചെറിയ പരിചയമെങ്കിലും ഉള്ള ഒരു മുഖം അടുത്തു വന്നല്ലോ. ജിൻസ് ചേട്ടൻ ഈ കോളേജിലാണോ ആവൂ പഠിക്കുന്നത്? എന്നാൽ അതേതായാലും തനിക്ക് ഗുണമാകുമായിരുന്നു. ഇത്രയുമൊക്കെ ചിന്തിച്ചു നിന്നപ്പോഴേക്കും ജിൻസ് അവളുടെ അടുത്തെത്തി. എന്തു പറ്റി റിൻസി? കോളേജിലേക്ക് എത്തിയപ്പോഴേക്കും ഇവരെല്ലാം കൂടി വട്ടം പിടിച്ചോ? അതൊക്കെ ഒരു സാധാരണ സംഭവമാണ്. അതിലിത്ര പേടിക്കാൻ എന്തിരിക്കുന്നു? വരുന്നവരെല്ലാവരോടും ഇവർ പേര് ചോദിക്കുകയും അത്യാവശ്യം തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്യും. ഒരു ദ്രോഹവും ചെയ്യുകയില്ല. വെറും പരിചയപ്പെടലല്ലേ? അതൊന്നും ഒരു പ്രശ്നമാക്കേണ്ട കാര്യമേ ഇല്ല. എല്ലാവരും പേരും പറഞ്ഞ് ക്ലാസ്സും പറഞ്ഞ് പരിചയപ്പെട്ട് അങ്ങ് പോകും. റിൻസിയും അത്രയും ചെയ്താൽ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് നേരത്തെ പറഞ്ഞു തരാൻ ഞാൻ മറന്നും പോയി. ഞാൻ ഇതുവരെ പഠിച്ച സ്ഥലത്തൊന്നും ഇങ്ങനെയൊന്നും ആരും വന്ന് ചോദിക്കാനോ പ്രശ്നത്തിനോ നിന്നിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്കൊരു വിഷമം തോന്നിയത്. ഇപ്പോൾ ചേട്ടൻ വന്നപ്പോഴാണ് ഒരു സമാധാനമായത്. ചേട്ടൻ ഇവിടെയാണോ പഠിക്കുന്നത്? പഠിത്തം തീർന്നെന്ന് എൽസ പറഞ്ഞതായിട്ടായിരുന്നു എൻ്റെ ഓർമ്മ. ഇവിടെയാണ് പഠിക്കുന്നതെന്ന് മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു എന്നാണല്ലോ വിചാരം. അതിവൾ മറന്നുപോയോ? എൽസ അതും അതിനിപ്പുറവും പറയും. അതാണ് അവളുടെ സ്വഭാവം. ഞാനിവിടെയാണ് പഠിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഇച്ചായനോടായിരിക്കും പറഞ്ഞതെന്ന് മാത്രം. ഞങ്ങൾ തമ്മിലാണല്ലോ അടുപ്പം കൂടുതൽ. ഇന്നത്തെ കാര്യം സാരമില്ല. ഇപ്പോൾ ഞാൻ അവന്മാരോട് പറഞ്ഞോളാം. ഇനി അവർ ഏതായാലും ശല്യം ചെയ്യാനൊന്നും വരില്ല. അല്ലെങ്കിലും അവർ പാവങ്ങളാ. നന്ദി സൂചകമായ ഒരു ചിരി സമ്മാനിച്ച് അവൾ നടന്നു. ജിൻസ് അപ്പോൾ തന്നെ കഞ്ചാവടിച്ച് കിറുങ്ങിയിരിക്കുന്ന വാസുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ എല്ലാം മറന്നിരിക്കുകയാണ്. എന്നതാടാ വാസു, രാവിലെ തന്നെ ഈ ബോധമില്ലാതെ ഇരുന്ന് വഴിയെ വരുന്ന പാവം പെൺകുട്ടികളെ പേടിപ്പിക്കാൻ നോക്കുന്നത്? ഞാൻ അറിയുന്ന ഒരു പെങ്കൊച്ചാണത്. അതിനെ നാളെ എങ്കിലും ഉപദ്രവിക്കരുത്, കേട്ടല്ലോ. നീ പറഞ്ഞാൽ പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നാളെ മുതൽ ആ കൊച്ചിതിലെ കടന്നു പോയിക്കോട്ടെ. ഞാൻ മാത്രമല്ല, വേറെ ആരും ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കോളാം. നീ വല്ലപ്പോഴുമല്ലേ വരികയുള്ളൂ. പിന്നെങ്ങനെയാ നിനക്ക് നോക്കാൻ പറ്റുന്നത്? നിനക്ക് വേണ്ടി ഞാൻ അങ്ങ് നോക്കിയേക്കാം. അതാണ്, അങ്ങനെയാണ് നല്ല ചങ്ങാതിമാർ വേണ്ടത്. ഇന്ന് രാവിലെ പൊതി വാങ്ങിയല്ലേ? അതോ ഇന്നലത്തേതിൻ്റെ ബാക്കിയാണോ? ഏതായാലും ഈ പുക വലിച്ചു കയറ്റുന്നതാണ് നിനക്കുള്ള ഒരു ധൈര്യം അല്ലേ? പറയാൻ പോയാൽ എന്നോടും വലിച്ചു നോക്കാനായിരിക്കും അരുളപ്പാട്. ഇത് വലിക്കുന്നതിൻ്റെ സുഖം നിനക്ക് മനസ്സിലാവില്ലടാ ജിൻസേ പൊട്ട. അതുകൊണ്ട് നിന്നോട് ഞാൻ പറയുന്നില്ല. നിന്നെ നന്നാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അന്നൊരിക്കൽ ഒരെണ്ണം തന്നതല്ലേ. അന്ന് തന്നെ നീ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന്. ഇനി നീ പോയി നിൻ്റെ പണി നോക്ക്. ഞാൻ കാശും മുടക്കി മേടിച്ചേച്ച് ഒരുത്തനെയും നിർബന്ധിച്ച് സുഖിപ്പിക്കുന്നില്ല. ഈ വർഷം തുടങ്ങുകയല്ലേ. ഇപ്പോഴെങ്കിലും പോയി ഒന്ന് ക്ലാസ് കണ്ടിരിക്കണ്ടേ? ഇനിയോ ക്ലാസ്സിൽ പോകില്ല. തുടങ്ങുന്ന ദിവസമെങ്കിലും ക്ലാസ്സിൽ പോടാ വാസു. ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ നിനക്ക് നിൻ്റെ ക്ലാസ് കാണിച്ചു കൊടുക്കാനെങ്കിലും കഴിയണ്ടേ? ഏതായാലും നമുക്ക് ക്ലാസ്സിൽ പോകാടാ. ക്ലാസ്സിൽ പോകണമെങ്കിൽ വിവരം നേരത്തെ പറയണമായിരുന്നു. ഈ അവസ്ഥയിൽ ഇപ്പോൾ എന്നെക്കൊണ്ട് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. ബോധമില്ലാതെ വന്നിരിക്കാൻ അവിടം കൊള്ളില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ ക്ലാസ്സിൽ പോകാം. നാളെ വരുമ്പോൾ എന്നെ കൂട്ടിയാൽ മതി. ഞാൻ നാളെ സാധാരണ പോലെ അങ്ങ് ഇരിക്കാം. ഇപ്പോൾ നീ പോ മോനെ ജിൻസേ. ജിൻസ് അവൻ്റെ ക്ലാസ്സിലേക്ക് പോയി. വാസു വാഗമര ചുവട്ടിലേക്കും. വാസുവിൻ്റെ ചങ്ങാതിക്കൂട്ടങ്ങളിൽ ബാക്കിയുള്ളവരും എത്തി. പിന്നെ അവരായി അവരുടെ ലോകമായി. റിൻസി അന്ന് ഉച്ചയ്ക്ക് തന്നെ ഹോസ്റ്റലിൽ പോയിരുന്നു. ക്ലാസ്സിൽ നിന്നും അവൾക്ക് 1-2 കൂട്ടുകാരികളെ കിട്ടി. എല്ലാവരും തന്നെ കോഴിക്കോട് ഭാഗത്തുള്ളവരാണ്.
ആരും വയനാട്ടിൽ പഠിച്ചവരല്ല. വയനാട്ടിലുള്ളവരാരെയും കണ്ടെത്താൻ കഴിഞ്ഞുമില്ല. സാരമില്ല, അങ്ങനെയൊക്കെയാണല്ലോ പുതിയ പുതിയ ആളുകളുമായി പരിചയമുണ്ടാകുന്നത്. കോഴിക്കോട് നിന്നുള്ള ബീനയെ അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. മുഴുവൻ പേര് ബീനമോൾ എബ്രാഹം എന്നാണ്. വീട് കോഴിക്കോട് ജില്ലയിലാണ്. കുറ്റ്യാടി എന്നാണ് കൃത്യസ്ഥലം. ആ സ്ഥലത്തെപ്പറ്റി അറിയാമെങ്കിലല്ലേ കുറ്റ്യാടിയിൽ എവിടെയാണെന്നൊക്കെ ചോദിക്കാൻ പറ്റൂ. ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് സ്ഥലത്തിൻ്റെ പേര് മാത്രം കേട്ട് തലകുലുക്കി. അപ്പോൾ ബീന വീണ്ടും പറഞ്ഞു, കുറ്റ്യാടി എന്ന പേര് മിക്കവാറും എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ. അവരാണല്ലോ കൃഷിക്കാർ. കുറ്റ്യാടി തെങ്ങ് പ്രസിദ്ധമല്ലേ? അത്തരം ഒരു തെങ്ങെങ്കിലും പറമ്പിലില്ലാത്തവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് കുറ്റ്യാടി എന്ന സ്ഥലവും മിക്കവാറും എല്ലാവർക്കും അറിയാം. വീട്ടിലും തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും ചാച്ചനല്ലേ തൈ വാങ്ങുന്നത്. അതുകൊണ്ട് അത് ഏതിനമാണെന്നോ എന്താണെന്നോ ഒന്നും ഞങ്ങളൊന്നും ചോദിക്കാറില്ല. അതുകൊണ്ടായിരിക്കാം സ്ഥലങ്ങളെപ്പറ്റിയും കേട്ടിട്ടില്ലാത്തത്. റിൻസിക്ക് ഹോസ്റ്റലിൽ നിന്നല്ലേ പഠിക്കാൻ പറ്റുകയുള്ളൂ? അതോ ഇവിടെ അടുത്തെവിടെയെങ്കിലും ബന്ധുക്കളാരെങ്കിലും ഉണ്ടോ? അകന്ന ബന്ധമാണെങ്കിലും മതിയായിരുന്നു. അങ്ങനെയെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹോസ്റ്റലിൻ്റെ ബുദ്ധിമുട്ട് വേണ്ടായിരുന്നു. എൻ്റെ ബന്ധുക്കൾ ഒരെണ്ണം പോലും ഇവിടെ അടുത്തെങ്ങുമില്ല. അതുകൊണ്ട് ഹോസ്റ്റലിൽ താമസിക്കാതെ രക്ഷയുമില്ല. എൻ്റെ കാര്യവും അതുപോലെ തന്നെ. ബന്ധുക്കളായ ഒരെണ്ണം പോലും ഇവിടെ അടുത്തെങ്ങും താമസിക്കുന്നില്ല. അതുകൊണ്ട് ഞാനും ഹോസ്റ്റലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും തീരുമാനമറിയാമായിരിക്കും. അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ വന്നത് തന്നെ. ഏതായാലും നമുക്ക് ഒരുമിച്ച് പോകാം. ഒരുമിച്ച് പോയതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഹോസ്റ്റലിൽ റാഗിങ് നിർബന്ധമായും ഉണ്ടെന്നാണ് കേട്ടത്. അവസാന വർഷം പഠിക്കുന്ന ചേച്ചിമാരായിരിക്കും നമ്മളെ റാഗ് ചെയ്യാൻ വരുന്നത്. നമ്മൾ നിന്നു കൊടുക്കാതെ രക്ഷയില്ല. എതിർത്തതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. അവർ പറയുന്നതൊക്കെ ചെയ്തേക്കുക. കുറച്ചൊക്കെ ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ കരയാം. എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പറയുക എന്നൊന്നും അറിയില്ലല്ലോ. ആകപ്പാടെ ഒരു പേടിയാകുന്നു. പഠിക്കാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോരുകയും ചെയ്തു. ഇതിപ്പോൾ റാഗിങ് പേടിച്ച് തിരിച്ചങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? അതും വലിയ പുലിവാലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏതവൻ കണ്ടുപിടിച്ചതാണോ ഈ റാഗിങ്? അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല റിൻസി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, ഒരു കാരണവശാലും എതിർക്കാതിരിക്കുക എന്നതാണ് ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളവരും റാഗ് ചെയ്തിട്ടുള്ളവരുമായവർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഓരോ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബീന എഴുന്നേറ്റ് റിൻസിയുടെ അടുത്ത് തന്നെ വന്നിരുന്നു. അവർ രണ്ടുപേരും അടുത്തടുത്ത സീറ്റുകളിലായി. അന്ന് ഉച്ച കഴിഞ്ഞുള്ള 2 ക്ലാസ്സുകളും നല്ല രസകരമായിരുന്നു. ആദ്യത്തെ ദിവസമായതുകൊണ്ട് കാര്യമായി ഒന്നും പഠിപ്പിച്ചില്ല. പിറ്റേ ദിവസം മുതൽ ക്ലാസ്സുകൾ സ്ഥിരമായി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെട്ട് എല്ലാവരും മടങ്ങിപ്പോയി. വൈകുന്നേരമായതോടെ റിൻസിക്കാകെ വിഷമമായി. നേരത്തെ ബീന പറഞ്ഞ റാഗിങ്ങിൻ്റെ കാര്യം ഓർത്തിട്ടാണ്. എന്ത് സംഭവിക്കുമോ ആവോ. വല്ലാത്ത ഒരു ഭയം. കഴിയുമെങ്കിൽ ബീനയുടെ കൂടെ ഒറ്റ റൂമിൽ തന്നെ താമസിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് അവൾ വൈകുന്നേരം ഹോസ്റ്റലിലേക്ക് പോകാൻ ഒരുങ്ങിയത്. അങ്ങനെ വന്നാൽ പുതുതായി വരുന്ന ബുദ്ധിമുട്ടുകൾ ഒരുമിച്ച് നേരിടാമല്ലോ എന്നതാണ് ധൈര്യം. പക്ഷേ അവൾ കരുതുന്ന തരം ബുദ്ധിമുട്ടുകളായിരിക്കുമോ കാത്തിരിക്കുന്നത്? വൈകിട്ട് ഹോസ്റ്റലിലേക്ക് ചെന്ന് വാർഡനെ കണ്ടു. ഹോസ്റ്റലിലെ വ്യവസ്ഥകളെല്ലാം കൃത്യമായി ഒരിക്കൽ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തി. മനുഷ്യത്വം തന്നെ തീരെ കുറവുള്ള ഒരു സ്ത്രീയാണ് അവരെന്ന് ആദ്യ ദർശനത്തിൽ റിൻസിക്ക് തോന്നി. വാർഡൻ സാധാരണയിൽ കൂടുതൽ കർശനമായ സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ്. ഇവർ സാധാരണ മനുഷ്യരെ കണ്ടിട്ടില്ല എന്ന് ആർക്കും തോന്നും അവരുടെ സംസാരം കേട്ടാൽ. ആദ്യം അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ ചെറിയാച്ചൻ്റെ കൂടെ കണ്ടപ്പോൾ തന്നെ ഇവരുടെ സംസാരം അരോചകമായി തോന്നിയതാണ്. എന്തു തോന്നിയിട്ടെന്ത് കാര്യം?
അവർ പറയുന്നത് അനുസരിച്ചല്ലേ പറ്റൂ. അവർ കൃത്യമായ വ്യവസ്ഥകളാണ് പറയുന്നത്. ആ വ്യവസ്ഥകൾ അംഗീകരിച്ചു കൊള്ളാം എന്ന് ചെറിയാച്ചനും റിൻസിയും എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തത്. എത്ര ഓർമ്മിപ്പിച്ചാലും ആരും അത് അനുസരിക്കില്ല എന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. റിൻസി കരുതിയതുപോലെ തന്നെ റിൻസിക്കും ബീനയ്ക്കും ഒരുമിച്ച് ഒരു മുറി കിട്ടി. അവൾക്ക് പകുതി സന്തോഷമായി. അവളുടെ ടെൻഷൻ പകുതിയും കുറഞ്ഞു. ഇനി ഏതായാലും വരുന്നത് ഒരുമിച്ച് നേരിടാൻ കഴിയുമെന്നൊരു ധൈര്യം മനസ്സിൽ വന്നു. അവൾ കൂടുതൽ സന്തോഷവതിയായി കാണപ്പെട്ടു. സമയം സന്ധ്യയാകുന്നു. ഒരു വിപത്തിനെ കരുതിയിരിക്കുന്ന ഒരാളുടെ മനോഭാവമായിരുന്നു റിൻസിക്ക്. റാഗിംഗ് എന്ന ഭീകരസത്വം സർവപ്രതാപങ്ങളോടും കൂടി ഉടനെ വരാൻ പോകുന്നു. വൈകുന്നേരത്തെ ഭക്ഷണത്തിന് മണിയടിച്ചു. അക്കാമ്മയുടെ വിളി പോലെയാണ് റിൻസിക്ക് ആ മണിശബ്ദം തോന്നിയത്. എല്ലാവരും ഭക്ഷണമുറിയിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു നടന്നു. കാര്യമായി ഒന്നും പഠിക്കാനില്ലാത്തതുകൊണ്ടും ഇന്ന് നല്ല യാത്രാക്ഷീണമുള്ളതുകൊണ്ടും നേരത്തെ കിടന്നുറങ്ങിയേക്കാം എന്ന് രണ്ടുപേരും തീരുമാനിച്ചതനുസരിച്ച് ഉറങ്ങാനുള്ള പദ്ധതി ഇടുകയായിരുന്നു. അപ്പോഴേക്കും കോറിഡോറിൽ നിന്നും ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കാം. പുറത്ത് എന്തൊക്കെയോ ഒരുക്കങ്ങൾ നടക്കുന്നു. എന്താണെന്ന് നോക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ബീനയെ അവൾ തടഞ്ഞു. നമുക്ക് തൽക്കാലം ലൈറ്റ് ഓഫാക്കി കിടക്കാം. നീ പറഞ്ഞതുപോലെ വരുന്നവരാണെങ്കിലും നമ്മൾ ഉറങ്ങിയെന്ന് വിചാരിച്ച് തിരിച്ചു പോയെങ്കിലോ? നമുക്ക് രക്ഷപ്പെടാലോ. അവർക്ക് ഈ വേലയൊക്കെ നേരത്തെ അറിയാം മോളെ. നമ്മൾ വാതിലടച്ചാലും ശരി, ലൈറ്റ് ഓഫാക്കിയാലും ശരി, ഇന്നല്ലെങ്കിൽ നാളെ അവർ തീർച്ചയായും വരും. ഒരു ദിവസം പിണക്കി വിട്ടാൽ ശൗര്യം കുറച്ചുകൂടി കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞതിൻ പ്രകാരം ഇന്ന് തന്നെ പോയി എല്ലാവരുടെയും മുമ്പിൽ നിന്ന് കൊടുത്തേക്കുന്നതാണ് നല്ലത്. എന്നാൽ നാളെ മുതൽ അവർ നമുക്ക് കൂട്ടുകാരികളായ ചേച്ചിമാരായി മാറും. ഏത് കാര്യത്തിനും സഹായവുമാകും. പിണക്കിയാൽ നേരെ തിരിച്ചുമായിരിക്കും കേട്ടോ. ബീനയുടെ കണക്കുകൂട്ടൽ വളരെ ശരിയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് ബീന പോയി വാതിൽ തുറന്നത്. പുതുതായി വന്നതേ ഉള്ളൂ. ഇപ്പോഴേ വാതിലടച്ച് പൊരുന്നയിരിക്കുകയാണ്. മാന്യമഹതികളൊന്ന് പുറത്തേക്കിറങ്ങി വന്നേ. ഞങ്ങൾ ചേച്ചിമാർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അത് കേട്ട് കഴിഞ്ഞിട്ട് പോയി സ്വസ്ഥമായി കിടന്നുറങ്ങിക്കോ. ഇന്ന് യാതൊന്നും പഠിപ്പിച്ചില്ലല്ലോ. പിന്നെന്താ ഇത്ര ക്ഷീണം? പിന്നെന്തിനാ നേരത്തെ കിടന്നുറങ്ങുന്നത്? കുറച്ചു ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ, അതിൻ്റെയൊക്കെ ക്ഷീണമുണ്ട്. കൂട്ടുകാരിക്കാണെങ്കിൽ എന്നെക്കാൾ കൂടുതൽ ദൂരം യാത്ര ചെയ്യേണ്ടതാണ്. അവിടെ നിന്നും വന്നതിൻ്റെയും വീട്ടിൽ നിന്നും മാറിയതിൻ്റെയും ഒക്കെ വിഷമവും ക്ഷീണവും കാണും എന്ന് കൂട്ടിക്കോ. ആ ക്ഷീണവും വിഷമവും ഒക്കെ മാറാൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഒക്കെ ഞങ്ങൾ മാറ്റിത്തരാം. നീ ഒരു കാര്യം ചെയ്യ്. നിൻ്റെ കൂട്ടുകാരിയെയും വിളിച്ച് 1-ാം നമ്പർ മുറിയിലേക്ക് വാ. അവിടെ ഞങ്ങളുടെ നേതാവുണ്ട്. നേതാവിൻ്റെ മുമ്പിൽ നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നേതാവ് പറയും. അതനുസരിച്ച് മാത്രമേ ഇവിടെ എന്തും നടക്കുകയുള്ളൂ. ചേച്ചി അങ്ങോട്ട് നടന്നു. ഞങ്ങൾ ഇപ്പോൾ തന്നെ വന്നേക്കാം. അവളെയും കൂടി വിളിക്കട്ടെ. ഉഡായിപ്പ് എടുക്കാൻ നോക്കരുത്. ഞങ്ങളെ ഇനി ഇങ്ങോട്ട് വരുത്തുകയും ചെയ്യരുത്. വരുത്തിയാൽ ഞങ്ങൾ ഇതേ രീതിയിലായിരിക്കില്ല പെരുമാറുന്നത്. പ്രത്യേകം പറഞ്ഞേക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ പോകുന്നു. നിന്നെ കണ്ടിട്ട് നീ വാക്ക് പാലിക്കുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടേ ഞാൻ പോകുമായിരുന്നുള്ളൂ. ആ ചേച്ചി നടന്നകന്നു. അവിടെ ചെന്നാൽ എന്തൊക്കെയായിരിക്കും അവർ ചെയ്യിക്കുക? അതായിരുന്നു രണ്ടുപേരുടെയും ആധി. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ ഓർമ്മിച്ചേക്കണേ. കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കൂടി വായിച്ചോട്ടേന്ന്. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഓക്കേ.